ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറിവേപ്പില ചെടി വീട്ടിൽ വളരുന്നതും വളരാത്തതിൻ്റെയും ദോഷഫലങ്ങളെക്കുറിച്ചാണ്. വഴിയിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില തൈകൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് ഒരു കാരണവശാലും വളരാറില്ല. അതുപോലെ ചില ഭൂമികളിലും ഈ കറിവേപ്പില ചെടി വളരാൻ വളരെ പ്രയാസമാണ്. കറിവേപ്പില ഉണങ്ങിപ്പോകുന്നതും അതുപോലെ നല്ലപോലെ വളരുന്നതും ആ വീട്ടിലെ ദോഷഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കറിവേപ്പില ചെടി തഴച്ച് വളരുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പുരാണം പറയുന്നത് എന്തെന്ന് വെച്ചാൽ കറിവേപ്പില ചെടി നഷ്ടലക്ഷ്മിയെ പുറത്താക്കി ഭാഗ്യലക്ഷ്മിയെ കുടിയിരുത്തും എന്നാണ്. ഒരു വീട്ടിൽ കറിവേപ്പില ചെടി വളരുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യത്തിന് തടസ്സങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിക്കാം. കറിവേപ്പില പച്ചപ്പോടെ നിൽക്കുന്നത് ആ വീട്ടിലെ സമാധാനത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്നു. കറിവേപ്പില ചെടിക്ക് ദൃഷ്ടിദോഷം അകറ്റാനും അതുപോലെ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജികളെ ആവാഹിക്കാനുമുള്ള കഴിവുണ്ട്. ഒരാളുടെ കണ്ണേറ് നമ്മുടെ വീടിനെ ഏൽക്കുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഇതുപോലുള്ള പുണ്യ സസ്യങ്ങളെയാണ്. കറിവേപ്പില പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് ആ കുടുംബത്തിന് ഏൽക്കേണ്ടിയിരുന്ന ദോഷം ആ ചെടി ഏറ്റുവാങ്ങിയതുകൊണ്ടാവാം. വീടിൻ്റെ കന്നിമൂലയിലോ ഓടയുടെ ഭാഗത്തോ ഒന്നും തന്നെ ഈ ചെടി നടാൻ പാടില്ല. കറിവേപ്പില തഴച്ച് വളരാനായിട്ട് മഞ്ഞൾ വെള്ളം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയ്ക്ക് ചുറ്റും അല്പം മാറി കല്ലുപ്പ് വിതറുന്നതും വളരെ നല്ലതാണ്. അത് ഭൂമിയുടെ നെഗറ്റീവ് എനർജികളെ പോസിറ്റീവ് എനർജിയായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. ചെടികളെ സ്നേഹിക്കുക, അവ തിരിച്ചും നമ്മെ സ്നേഹിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.